ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. തക്കാളി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് രസം. ഇതിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ വളരെ ടേസ്റ്റുള്ള ഒരു രസം ഉണ്ടാക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സൈഡ് ഡിഷും ഇതോടൊപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചതച്ച 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ ചതച്ച ചുവന്നുള്ളിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിക്കൊടുത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ചതച്ച കുരുമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി 1 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച് പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. മസാലയുമായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 വലിയ തക്കാളി 4 ആക്കി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി പരിപ്പിൻ്റെ വെള്ളമാണ് ചേർക്കേണ്ടത്. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച പരിപ്പിൻ്റെ വെള്ളം 2 കപ്പ് ചേർക്കാം. പരിപ്പും മുളക് പൊടിയിട്ട് താളിച്ചെടുത്താൽ ചോറിന് സൈഡ് ഡിഷുമാകും. അപ്പോൾ ഏകദേശം 2 കപ്പോളം പരിപ്പ് വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് കൂടി വെള്ളം ചേർക്കാം. കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വെള്ളത്തിന് ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് 8 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തിളപ്പിക്കാം. 8 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പാതി വറ്റിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് വെന്ത വെള്ളം ചേർത്ത രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കാം. തണ്ടില്ലാതെ ഇല മാത്രം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൂടി വെച്ച് ചൂടൊന്ന് ആറിയതിന് ശേഷം ഉപയോഗിക്കാം. ഇത് ഗ്ലാസ്സിൽ പകർന്ന് കുടിക്കാനും വളരെ നല്ല രസമാണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പരിപ്പ് താളിച്ചതും ഉപയോഗിക്കാം. പരിപ്പ് വെള്ളം ചേർത്ത് ഈ സ്വാദിഷ്ടമായിട്ടുള്ള രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനുള്ള ഒഴിച്ചു കറിയും സൈഡ് ഡിഷും ഒറ്റയടിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.